ത്രിയേക ദൈവത്തിന് സ്തുതി. സമയം സാക്ഷിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചരിത്രത്തിൻ്റെ താളുകൾ തിരുത്തി കുറിക്കാനും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും യുവത്വത്തിൻ്റെ കൂട്ടായ്മകൾക്ക് എന്നും പ്രത്യേകമായ ഒരു ശക്തിയുണ്ട്. മതപരമായ വിശ്വാസങ്ങളെ കേവലം ആരാധനകളിൽ ഒതുക്കാതെ അതിനെ സാമൂഹിക നീതിക്കും രാഷ്ട്രീയ വിപ്ലവങ്ങൾക്കുമുള്ള ചാലക ശക്തിയാക്കി മാറ്റിയ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചാണ് സമയം സാക്ഷി ഇന്ന് സംസാരിക്കുന്നത്. സ്റ്റുഡൻസ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്, SCM. 2005-2008 കാലഘട്ടത്തിൽ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ സ്റ്റുഡൻസ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായി മാറുവാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നതിൻ്റെ ഊർജവും ആവേശവും എനിക്കും ഈ സമയമുണ്ട്. 1889 ഗ്രേറ്റ് ബ്രിട്ടനിൽ പിറവിയെടുത്ത SCM എന്ന പ്രസ്ഥാനം ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ക്രിസ്ത്യൻ വിദ്യാർത്ഥി സംഘടനകളിൽ ഒന്നാണ്. തുറന്ന മനസ്സ്, ഉൾക്കൊള്ളൽ, റാഡിക്കലിസം അഥവാ അടിമുടി മാറ്റങ്ങളിലുള്ള വിശ്വാസം എന്നീ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു നൂറ്റാണ്ടിലധികം ഈ പ്രസ്ഥാനം അതിൻ്റെ ദൗത്യം തുടരുകയാണ്. എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടന ആധുനിക എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ അഥവാ വിവിധ ക്രൈസ്തവ സഭകളെ ഒന്നിപ്പിക്കുവാനുള്ള ദൗത്യം എന്നതിൻ്റെ തുടക്കത്തിന് കാരണമായത്? സമൂഹത്തിലെ അനീതികളോടും ലോകം നേരിടുന്ന വെല്ലുവിളികളോടും അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പ്രിയരെ, സമയം സാക്ഷി SCMൻ്റെ ആഴത്തിലുള്ള ചരിത്രത്തിലേക്ക്, അവരുടെ ലക്ഷ്യങ്ങളിലേക്ക്, അവരുടെ പ്രസക്തികളിലേക്ക് ഒരു യാത്ര പോവുകയാണ്. SCMൻ്റെ യാത്ര ആരംഭിക്കുന്നത് 1889 ഗ്രേറ്റ് ബ്രിട്ടനിലാണെന്ന് പറഞ്ഞുവല്ലോ. തുടക്കത്തിൽ വിദേശ രാജ്യങ്ങളിലെ മിഷണറി പ്രവർത്തനങ്ങളിൽ അഥവാ ഒരു തരത്തിൽ മതപ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ക്രിസ്ത്യൻ വിദ്യാർത്ഥികളുടെ ഒരു സ്വതന്ത്ര കൂട്ടായ്മയായിട്ടാണ് SCM രൂപീകൃതമായത്. എന്നാൽ ഈ ലക്ഷ്യത്തിൽ മാത്രം ആ പ്രസ്ഥാനം ഒതുങ്ങി നിന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ദ്രുതഗതിയിലുള്ള വളർച്ചയായിരുന്നു SCMന് സംഭവിച്ചത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ SCM ബ്രിട്ടനിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായി മാറിക്കഴിഞ്ഞു. ക്രിസ്ത്യൻ വിദ്യാർത്ഥികളിൽ 80%-ലധികം പേർ ഈ SCMൻ്റെ അംഗങ്ങളായിരുന്നു എന്ന കണക്കുകൾ വിദ്യാർത്ഥി സമൂഹത്തിൽ അവർക്ക് ലഭിച്ച വലിയ സ്വീകാര്യതയുടെ തെളിവാണ്. ഈ വളർച്ചയുടെ പ്രധാന കാരണം അവർക്ക് അന്നും ഇന്നും ഉണ്ടായിരുന്ന തുറന്ന സമീപനവും ഉൾക്കൊള്ളുവാനുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനുമുള്ള മനോഭാവമാണ്. ഇതിൻ്റെ ചരിത്രപരമായ സ്വാധീനത്തിലേക്ക്, SCMൻ്റെ സ്വാധീനം പ്രാദേശിക തലങ്ങളിൽ ഒതുങ്ങിയതല്ല. ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായ പല പ്രസ്ഥാനങ്ങൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട്. എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ പിതൃത്വം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ 1910 എഡിൻബർഗ് മിഷണറി സമ്മേളനം ആരംഭിക്കുന്നതിൽ ഈ SCM നിർണായകമായ പങ്ക് വഹിച്ചു. വിവിധ ക്രിസ്ത്യൻ സഭകളെ ഐക്യപ്പെടുത്തുവാനുള്ള ആധുനിക എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ തുടക്കമായി ഈ സമ്മേളനത്തെ കണക്കാക്കുന്നുണ്ട്. ദേശീയ വിദ്യാർത്ഥി യൂണിയൻ 1922 നാഷണൽ യൂണിയൻ ഓഫ് സ്റ്റുഡൻസ് NUS രൂപീകരണത്തിലും ഈ SCM പങ്കാളിയായിരുന്നു. വിദ്യാർത്ഥി അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ദേശീയ തലത്തിലുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിൽ SCMൻ്റെ പങ്ക് വളരെ ശ്രദ്ധേയമാണ്. മാറ്റങ്ങളോടുള്ള പ്രതികരണം അതെടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. 50കളുടെയും 60കളുടെയും അവസാനത്തിൽ മറ്റു മതസംഘടനകൾ അധികം ശ്രദ്ധിക്കാത്ത സാമൂഹികവും രാഷ്ട്രീയപരവുമായ വിഷയങ്ങളിലേക്ക് ഈ SCM കടന്നു വന്നു. 1973
സീഡ്സ് ഓഫ് ലിബറേഷൻ, വിമോചനത്തിൻ്റെ വിത്തുകൾ പോലുള്ള സമ്മേളനങ്ങൾ സാമൂഹിക നീതിക്കായുള്ള അവരുടെ തീക്ഷ്ണതയുടെ പ്രതീകങ്ങളായിരുന്നു. 70കളിലെയും 80കളിലെയും സമൂലമായ പുനഃസംഘടന പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി. 1975 വിരലിലെണ്ണാവുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് 1990കളോടെ 70-ലധികം ഗ്രൂപ്പുകളിലേക്ക് ഈ SCM വളർന്നു. പ്രിയരെ, SCMൻ്റെ പ്രവർത്തനങ്ങളുടെ കാതൽ എന്നത് അവരുടെ ദൈവശാസ്ത്രപരമായ വീക്ഷണമാണ്. വിശ്വാസത്തെ കേവലം ഒരാചാരമായി കാണാതെ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം എന്ന് അവർ പൂർണ്ണമായും വിശ്വസിക്കുന്നു. 2005-2008 കാലഘട്ടത്തിൽ ഞാൻ സ്റ്റുഡൻസ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു എന്നത് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. അന്ന് വിദ്യാർത്ഥികളുടെ ഇടയിൽ കൗൺസിലിംഗ് ചെയ്യുന്നത് വരെ നമ്മുടെ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു. പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഡിപ്രഷനിലായിരിക്കുന്ന വിദ്യാർത്ഥിൻ്റെ ഇടയിൽ ഒരു മതത്തിൻ്റെ ഭാഗമായിട്ടല്ല, എന്നാൽ തികഞ്ഞ മനസ്സോടെ അവരുടെ നിരാശകളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഇന്നും സാധിച്ചു എന്നത് അന്ന് അവർ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ ഒരു അനന്തരഫലം തന്നെയായിരുന്നു. മാത്രമല്ല, ആശുപത്രി സന്ദർശനം നമ്മുടെയും ഒരു പ്രവൃത്തിയായിരുന്നു. അതുപോലെ ചാരിറ്റി ഉൾപ്പെടുന്ന ഒത്തിരി പ്രവർത്തനങ്ങൾ സ്റ്റുഡൻസ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്നും വിദ്യാർത്ഥി സംഘടനകൾ അത് നിർവഹിക്കുന്നു എന്നതാണ്. ഇനി ദൈനംദിന ദൈവശാസ്ത്രം. ദൈവശാസ്ത്രജ്ഞർക്ക് ഒരു വേദി നൽകുക എന്നത് അവരുടെ പ്രധാന ലക്ഷ്യമാണ്. വിദ്യാർത്ഥികളെ ദൈനംദിന ദൈവശാസ്ത്രജ്ഞരായി വളർത്തുവാൻ അവർ ശ്രമിക്കുന്നു. അതായത് അവരുടെ ജീവിതം, അവരുടെ ജോലി, പഠനം എന്നിവയെക്കുറിച്ച് ദൈവശാസ്ത്രപരമായി ചിന്തിക്കുവാനും പ്രവൃത്തിയിൽ വിശ്വസിച്ച് ജീവിക്കുവാനും അവർ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു. ഇനി SCMൻ്റെ ശിഷ്യത്വവും നേതൃത്വവും എന്നത് ഒരു തലക്കെട്ടായി നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തീയ ശിഷ്യത്വം എന്നതിനെക്കുറിച്ചുള്ള SCMൻ്റെ സമീപനം സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാനുള്ള ഒരു ദൗത്യമായിട്ടാണ്. വിദ്യാർത്ഥികളെ കൂടുതൽ ആത്മവിശ്വാസമുള്ള നേതാക്കളായും പ്രവർത്തകരായും വളർത്തി സമൂഹത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ പ്രാപ്തരാക്കുക എന്നതാണ് അവരുടെ ദർശനം. ഘടന, വിദ്യാർത്ഥി നയിക്കുന്ന പ്രസ്ഥാനം, അതാണ് ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണമായി ഘടനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത്. SCM ഒരു ദേശീയ സംഘടനയാണ് എങ്കിലും അത് വിദ്യാർത്ഥികൾ നയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. വിദ്യാർത്ഥികളും അടുത്തിടെ ബിരുദം നേടിയവരും ചേർന്നതാണ് ഇതിൻ്റെ പരമോന്നത തീരുമാനമെടുക്കൽ സമിതി, ജനറൽ കൗൺസിൽ. പ്രസ്ഥാനത്തിൻ്റെ തന്ത്രപരമായ പദ്ധതികൾ, ബജറ്റുകൾ, സംഘടനാ നയങ്ങൾ എന്നിവ തീരുമാനിക്കുന്നത് ഈ ജനറൽ കൗൺസിലാണ്. ഇനിയുള്ളത് വിവിധ ഗ്രൂപ്പുകളാണ്. SCMയുമായി ബന്ധപ്പെട്ട് ചില പ്രാദേശിക ഗ്രൂപ്പുകൾ ഒരു പ്രത്യേക സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിഭാഗീയ സമൂഹങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേസമയം പലതും എക്യുമെനിക്കലാണ്. പ്രാദേശിക ഗ്രൂപ്പുകൾ എങ്ങനെ നടത്തണമെന്ന് SCM ഒരു തീരുമാനം എടുക്കുന്നില്ല. ഇതവർ വിദ്യാർത്ഥി നേതൃത്വത്തിന് നൽകുന്ന പ്രാധാന്യം വെളിവാക്കുകയാണ്. അവരുടെ വിശ്വാസത്തിൻ്റെ സാമ്പത്തിക അടിത്തറ. പ്രിയരെ, ഈ കാഴ്ചപ്പാടിൽ സുസ്ഥിരമായി വളരാൻ കഴിയുന്ന തരത്തിൽ SCMൻ്റെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാൻ SCM ട്രസ്റ്റികളും ജീവനക്കാരും കഠിനമായി പരിശ്രമിക്കുന്നു. ഇനി സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള SCMൻ്റെ പ്രതിബദ്ധതയെക്കുറിച്ചാണ്. ഈ പ്രതിബദ്ധത അവരുടെ വിശ്വാസത്തിൻ്റെ പ്രധാന ഭാഗമാണ്. സമൂഹത്തിലെ അനീതികളെ വെല്ലുവിളിക്കാനും രാഷ്ട്രീയപരമായ പരിവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും അവർ വിദ്യാർത്ഥികളെ ആഹ്വാനം ചെയ്യുകയും സജ്ജരാക്കുകയും ചെയ്യുന്നുണ്ട്. ഫെയ്ത്ത് ഇൻ ആക്ഷൻ പ്രോജക്റ്റ് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. 2012 ആരംഭിച്ച ഈ പദ്ധതി SCMൻ്റെ പ്രവർത്തനങ്ങളുടെ കാതലാണ്.
ഇതിലൂടെ അവർ തങ്ങളുടെ സാമൂഹിക ലക്ഷ്യങ്ങളെ ആഴത്തിലുള്ള ദൈവശാസ്ത്ര വീക്ഷണവുമായി ബന്ധിപ്പിക്കുന്നു. ഇനിയുള്ളത് ഡീട്രിച്ച് ബോൺഹോഫറിനെ പോലുള്ള ദൈവശാസ്ത്ര ചിന്തകരുടെ SCMലൊക്കെയുള്ള സ്വാധീനമാണ്. ഈ പദ്ധതിയുടെ പ്രധാന പ്രചോദനം ഡീട്രിച്ച് ബോൺഹോഫർ എന്ന ജർമ്മൻ ക്രിസ്ത്യൻ ദൈവശാസ്ത്രജ്ഞനാണ്. നാസി ഭരണകൂടത്തെ ശക്തമായി എതിർത്ത ധീരനായ ഈ ദൈവശാസ്ത്രജ്ഞൻ തൻ്റെ വിശ്വാസത്തെ കേവലം പള്ളിയിൽ ഒതുക്കാതെ, അല്ലെങ്കിൽ മതത്തിൽ ഒതുക്കാതെ, സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയും രാഷ്ട്രീയ ഇടപെടലുകളിലൂടെയും പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിയാണ്. ക്രിസ്തീയ ശിഷ്യത്വം എന്നതിനെക്കുറിച്ചുള്ള ഡീട്രിച്ചിൻ്റെ വീക്ഷണം സമൂലമായിരുന്നു. അതായത് റാഡിക്കലായിരുന്നു. അതായത് വിശ്വാസം അപകടകരമായ സാഹചര്യങ്ങളിൽ പോലും കർമ്മോത്സുകമായിരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കൽ. അത് SCMൻ്റെ പിൽക്കാല പ്രവർത്തനങ്ങളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടെ വിപ്ലവ ലക്ഷ്യങ്ങൾ, ബോൺഹോഫറിൻ്റെ ഈ സമീപനത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകുക എന്നതാണ് SCMൻ്റെ ലക്ഷ്യം. അനീതിയുടെ ഘടനകളെ വെല്ലുവിളിക്കുവാനും സാമൂഹികവും രാഷ്ട്രീയപരവുമായ പരിവർത്തനത്തിൻ്റെ നേതാക്കളാകാനും വിദ്യാർത്ഥികളുടെ കഴിവുകളും ആത്മവിശ്വാസവും വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പ്രോജക്റ്റിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇനിയുള്ളത് കാലാവസ്ഥാ നീതിക്കായുള്ള പോരാട്ടമാണ്. ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കാലാവസ്ഥാ മാറ്റം. SCM ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടുന്നുണ്ട്. കാലാവസ്ഥാ കൂട്ടായ്മ, ക്ലൈമാറ്റ് കൊളീഷൻ, SCM കാലാവസ്ഥാ കൂട്ടായ്മയിൽ സജീവ അംഗമാണ്. ഭൂമിയെ സ്നേഹിക്കുന്നു എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യാൻ രാഷ്ട്രീയ നേതാക്കളോട് പ്രതിജ്ഞാബദ്ധരാകാൻ ആവശ്യപ്പെടുന്ന 130-ലധികം സംഘടനകളുള്ള ഈ കൂട്ടായ്മയിൽ അവർ പങ്കുചേരുന്നു. ഇനിയുള്ളത് സമാധാന ദൗത്യമാണ്. SCM ഒരു അന്താരാഷ്ട്ര പ്രസ്ഥാനമായും പ്രവർത്തിക്കുന്നുണ്ട്. യുദ്ധത്തിനും യുദ്ധസന്നാഹങ്ങൾക്കും അക്രമങ്ങൾക്കുമെതിരെ സജീവമായ അഹിംസയെ ജീവിത രീതിയായി സ്വീകരിക്കുന്ന ഒരു അന്താരാഷ്ട്ര പ്രസ്ഥാനമാണ് SCM. SCM ഈ കൂട്ടായ്മയിലും സജീവമായി പങ്കുചേരുന്നുണ്ട്. ആയിരത്തി 1889 തുടങ്ങിയ SCM ഇന്നും ശക്തമായി നിലകൊള്ളുന്നു. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക സമ്മർദ്ദങ്ങളും മാറ്റങ്ങളുള്ള വിദ്യാഭ്യാസ രീതികളും വിദ്യാർത്ഥികളുടെ സമയം കൂടുതൽ ആവശ്യപ്പെടുമ്പോൾ SCMൻ്റെ ഇന്നത്തെ പ്രസക്തി പല മടങ്ങ് വർദ്ധിക്കുന്നു. വിദ്യാർത്ഥി ജീവിതത്തിലെ വെല്ലുവിളികളും SCMൻ്റെ പ്രതികരണവും. ഒറ്റപ്പെടലിനുള്ള മറുമരുന്നായിട്ടാണ് പല ക്യാമ്പസുകളിലും SCM ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് പഠനഭാരം, കടബാധ്യത, ജോലികളെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഭാവിയെക്കുറിച്ചുള്ള ആകുലത എന്നിവ കാരണം സാമൂഹിക ഇടപെടലുകൾ കുറയുകയും ഒറ്റപ്പെടൽ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. SCM ഇവിടെ ഒരു ദേശീയ സംഘടനയായി നിലകൊള്ളുന്നു. പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലുമുള്ള പരിപാടികളിലൂടെ വ്യത്യസ്ത വിദ്യാർത്ഥികളെ ഒരുമിപ്പിക്കുകയും അവർക്ക് സുരക്ഷിതമായ ഒരു കൂട്ടായ്മയുടെ അന്തരീക്ഷം നൽകുകയും ചെയ്യുന്നുണ്ട്. വിഭവങ്ങളുടെ പിന്തുണ, വിദ്യാർത്ഥികളുടെ സമയം വിലപ്പെട്ടതാണ് എന്ന് SCM തിരിച്ചറിയുന്നു. അതുകൊണ്ട് അവരുടെ ദൗത്യം എളുപ്പമാക്കുന്നതിനായി ആവശ്യമായ പരിശീലനങ്ങളും പഠന വിഭവങ്ങളും പിന്തുണകളും നൽകിക്കൊണ്ട് പ്രാദേശിക ഗ്രൂപ്പുകളെ ശക്തീകരിക്കുന്ന, ഏകോപിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ഇതിൽ നടക്കുന്നുണ്ട്. ഇനിയുള്ള രാഷ്ട്രീയ അവബോധമാണ്. ഭൂരിപക്ഷം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയപരമായി ഒരു പ്രത്യേക ചേരിയിലേക്ക് നീങ്ങുമ്പോൾ
SCM അവിടെ വ്യത്യസ്തരാകുന്നത് തുറന്ന മനസ്സ് എന്ന തത്വം നിലനിർത്തുന്നതിലൂടെയാണ്. ഇത് വിദ്യാർത്ഥികളെ അനീതിയുടെ ഘടനകളെ വിമർശനാത്മകമായി ചോദ്യം ചെയ്യാനും സാമൂഹികവും രാഷ്ട്രീയപരവുമായ പരിവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും പ്രാപ്തരാക്കുന്നു. സഭകളുമായുള്ള ബന്ധവും ഐക്യവുമാണ് ഇനി നമ്മൾ SCMനെ കുറിച്ച് ചിന്തിക്കുന്നത്. ആധുനിക എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച SCM വിവിധ ക്രിസ്ത്യൻ സഭകൾക്കിടയിലെ ഐക്യം എന്ന ലക്ഷ്യം ഇന്നും ശക്തമായി പിന്തുടരുന്നു. ലിങ്ക് ചർച്ചുകൾ, സ്റ്റുഡൻസ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്ന നിരവധി ലിങ്ക് ചർച്ചുകൾ, അവർക്ക് ഈ പള്ളികൾ വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ നടത്തുകയും SCMൻ്റെ പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി ഭരണനിർവഹണ ദൗത്യത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഭാവിയുടെ ദർശനവും നിലനിൽപ്പും. സുസ്ഥിരമായ വളർച്ച. SCMൻ്റെ ട്രസ്റ്റികളും ജീവനക്കാരും തങ്ങളുടെ ദർശനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സുസ്ഥിരമായി വളരാൻ കഴിയുന്ന രീതിയിൽ പ്രസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാൻ കഠിനമായി പരിശ്രമിക്കുന്നു. പ്രിയരെ, ഇനി നമ്മൾ ചിന്തിക്കുന്നത് SCMൻ്റെ ചരിത്രത്തിൻ്റെ അടിത്തറകളെക്കുറിച്ചാണ്. ബർമിംഗ്ഹാം സർവകലാശാലയിലെ കാഡ്ബറി റിസർച്ച് ലൈബ്രറിയിൽ SCMൻ്റെ ഒരു മുഴുവൻ ചരിത്രത്തിൽ നിന്നുമുള്ള പ്രബന്ധങ്ങളുടെയും മെറ്റീരിയൽസിൻ്റെയും ഒരു സമഗ്രമായ ശേഖരം സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ കാലത്തെ പോരാട്ടങ്ങളും വിജയങ്ങളും ഇന്നും ഗവേഷകർക്ക് പ്രചോദനമാകുന്നത് ഇതിലെ വായനകളിലൂടെയാണ്. തുടർച്ചയായ ദൗത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാലാവസ്ഥാ നീതി, അനുരഞ്ജനം, സാമൂഹിക നീതി എന്നീ ലക്ഷ്യങ്ങളിലൂടെ വിദ്യാർത്ഥി സമൂഹം ലോകത്തെ കൂടുതൽ നീതിയുക്തവും സുസ്ഥിരവുമാക്കാനുള്ള തങ്ങളുടെ ദൗത്യം ഇന്നും തുടരുന്നു എന്ന് പറയേണ്ടി വരും. വിശ്വാസത്തെ കേവലം വ്യക്തിപരമായ ഒരു കാര്യമായി മാത്രം കാണാതെ സാമൂഹിക പരിവർത്തനങ്ങൾക്കുള്ള ഒരു ശക്തമായ ഉപകരണമായി ഉപയോഗിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SCM. യുവത്വം, വിശ്വാസം, വിപ്ലവം എന്നിവയുടെ സംഗമഭൂമിയാണ് ഈ പ്രസ്ഥാനം. ലോകത്തിൻ്റെ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും ഒരു മാതൃകയാണ് സ്റ്റുഡൻസ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്. അങ്ങനെ ഞാനും കൂടെ ഒരു കാലത്ത് ഭാഗമായ സ്റ്റുഡൻസ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റിൻ്റെ ആ നല്ല നാളുകൾക്ക് സന്തോഷമുള്ള പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇനിയുമുള്ള മാറ്റങ്ങൾക്ക് തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന സ്റ്റുഡൻസ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റിൻ്റെ വരുംകാല പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സമയം സാക്ഷിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. സമയത്തിൻ്റെ മറ്റൊരു സാക്ഷ്യപ്പെടുത്തലുമായി മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി.